Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 9 ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറിയിലെ പാർട്ട് 3 ഡിസ്കസ് ചെയ്ത വീഡിയോയുടെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ആണ്. ഓക്കെ, പാർട്ട് 3 ൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? RMS സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ആപ്ലിക്കേഷൻസ് ടു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് MCQ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, first one, how many degrees of rotational freedom exist in a free body in space? Okay, space ലുള്ള ഒരു free bodyക്ക് എത്രത്തോളം rotational freedom rotational degrees of freedom exist ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. Options 3, 4, 5, 6. Option A is the right answer. 3 rotational അല്ലെങ്കിൽ 3 degrees of rotation freedom നമുക്ക് പറ്റും ഒരു ഫ്രീ ബോഡിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആണ് അല്ലെ, ആ ഒരു കോൺഫിഗറേഷനെ നമുക്ക് പറയുന്ന ആ ഒരു മെത്തേഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ the position and origin of the rigid body in space define the 3 components of translation. അതേപോലെ തന്നെ 3 components of rotation, that is 6 degrees of freedom ആണ് നമുക്ക് ഒരു ഫ്രീ ബോഡിക്ക് വരുന്നത്. അതിൽ 3 എണ്ണം എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ റൊട്ടേഷനും വരും, 3 എണ്ണം എന്ന് പറയുന്നത് കോമ്പണൻസ് ഫോർ ദി റൊട്ടേഷൻ, അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. ടോട്ടൽ നമുക്ക് 6 ആണ് വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, അപ്പൊ നമുക്കത് 3 ആണ് വരുന്നത്. ടോട്ടൽ എത്രയെന്ന് ചോദിച്ചാലാണ് നമുക്ക് 6 വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the RMS speed of the gas molecule in a container is V. If the pressure in the container is quadrupled while keeping the temperature constant, the increase in RMS speed will be. Okay, അപ്പോൾ ഒരു RMS ഗ്യാസ് മോളിക്യൂളിന്റെ ഒരു RMS സ്പീഡ് നമുക്ക് V ആണെന്ന് തന്നിട്ടുണ്ട്. പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ക്വാഡ്രബിൾ ചെയ്തിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആണ്, ദെൻ ന്യൂ RMS സ്പീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എത്രയായിരിക്കും? എത്രത്തോളം RMS സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 0% ആണ്, അതായത് RMS വെലോസിറ്റിയിൽ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. RMS എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റും ടെമ്പറേച്ചറും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം അല്ലെ. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ആണ്. ആ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സ്പീഡിനെയാണ് നമ്മൾ RMS സ്ക്വയർ വേർഡ് അല്ലെങ്കിൽ RMS സ്പീഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത് മോളിക്കുലർ വെയിറ്റും ടെമ്പറേച്ചറും ആണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ദ ആവറേജ് വെലോസിറ്റി സ്ക്വയർഡ് ആണ് നമുക്ക് വരുന്നത്. സോ അതിന് വരുന്ന ഇക്വേഷൻ ആണ് VRMS is equal to സ്ക്വയർ റൂട്ട് ഓഫ് 3RT/m ആണ് വരുന്നത്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മാസ് കോൺസ്റ്റന്റ് 8.314 ആണ്. ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, M എന്ന് പറയുന്നത് മോളിക്കുലർ മാസും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മോളിക്യൂൾസ് ഒരു പ്രഷർ നമുക്ക് എല്ലാ വോളുകളിലേക്കും അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യും. ഒരു മോളിക്യൂള് റാൻഡം ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷർ നമുക്കൊരു ഇക്വേഷൻ അറിയാം. P is equal to എങ്ങനെ വരുന്നത്? P which is equal to N into M into V square RMS by 3V ആണ് വരുന്നത്. M എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മോളിക്കുലർ മാസും, V എന്ന് പറയുന്നത് വോളിയം ആണ്, VRMS എന്ന് പറയുന്നത് RMS സ്പീഡ് ആണ്. അപ്പൊ P എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു VRMS സ്ക്വയർ ആണ് അല്ലെ. P is equal to N MVRMS സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ അപ്പൊ VRMS എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ റൂട്ടിന് ഡയറക്ട്ലി അല്ലേ വരുന്നത് അല്ലെ. നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 അതാണ് നമുക്ക് വരുന്നത്. സോ അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്താലും നമുക്ക് VRMS എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആണ്. അപ്പൊ നമുക്ക് RMS സ്പീഡിൽ വരുന്ന ചേഞ്ച് എത്രയാണ്? 0%. ഓക്കെ, അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് വരുന്നത്? RMS സ്പീഡിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if T is the absolute temperature of an ideal gas, the RMS speed of the gas molecule is proportional to. T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ RMS സ്പീഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? വിച്ച് ഈസ് റൂട്ട് Tക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നമുക്കറിയാം ഇക്വേഷൻ, അതൊരു ഐഡിയൽ ഗ്യാസിന് ഇക്വേഷൻ എങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് 3kB T/m ആണ് വരുന്നത് അല്ലെ. അപ്പൊ VRMS എന്ന് പറയുന്നത് റൂട്ട് Tക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Kb എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, M is the mass of the molecule, T is the absolute temperature ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the VRMS of gas molecule is 300 meter per second. If it is absolute temperature will be reduced to half and molecular weight is doubled. Okay, അപ്പൊ നമുക്കൊരു VRMS തന്നിട്ടുണ്ട്, അതിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഹാഫ് ആക്കി, ഉള്ള ടെമ്പറേച്ചർ T/2 ആക്കി, വെയിറ്റ് M എന്നുള്ളത് 2m ആക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ VRMS എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി is the right answer. 150 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റ് ഡബിൾ ആക്കി
ടി എന്ന് പറയുന്നത് ഹാഫ് ആക്കിയാണ് അല്ലെ. നമുക്ക് നോക്കാം, ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 3RT by m ആണ് അല്ലെ. അപ്പൊ VRMS നമുക്ക് 300 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് RMS നമുക്ക് 300 ആണ്, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 3RT by m എന്ന് പറയുന്നത് 300 ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഹാഫ് ആക്കി, അതായത് ടി എന്ന് പറയുന്നത് T/2 ആക്കി. അപ്പൊ പുതിയതിനെ നമുക്ക് എങ്ങനെ എടുക്കാം, T ഡാഷ് എന്ന് എടുക്കാം. അടുത്തത് m എന്ന് പറയുന്നത് 2m ആക്കി. സോ m ഡാഷ് ഇസ് ഈക്വൽ ടു 2m ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ഇക്വേഷൻ എങ്ങനെ എഴുതാം, V ഡാഷ് RMS ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3RT ഡാഷ് ബൈ m ഡാഷ് ആണ്. ടി ഡാഷിന്റെയും m ഡാഷിന്റെയും വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 3RT/2 by 2m വരും അല്ലെ. അപ്പൊ 1/2 1 into 2 എന്ന് പറയുമ്പോൾ 4 വരും. അപ്പൊ 1/4 എന്ന് പറയുന്നത് എന്താണ്, ഹാഫ്. അതായത് 1/4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എനിക്ക് 1/2 എന്ന് എടുക്കാം. സോ എനിക്ക് എന്താണ്, ന്യൂ V ഡാഷ് RMS ഇസ് ഈക്വൽ ടു ഈ ഇതെന്ന് പറയുന്നത് എന്റെ നോർമൽ VRMS ആണ് അല്ലെ. സോ VRMS ഡിവൈഡഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് V ഡാഷ് RMS ഇസ് ഈക്വൽ ടു VRMS ബൈ 2 ആണ്. ഓൾറെഡി VRMS എനിക്ക് 300 ആണെന്ന് അറിയാം. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര വരും, 150 meter per second വരും. So 150 meter per second is the answer. Okay. അടുത്ത question, the RMS speed of gas at 27 degrees Celsius is V. Then if the temperature of the gas is raised to 327 degrees Celsius, then the RMS speed 27 degrees Celsius ഉള്ളപ്പോൾ അതിന്റെ RMS speed എന്ന് പറയുന്നത് V ആണ്. ടെമ്പറേച്ചർ എനിക്ക് 327 degrees Celsius ഇൻക്രീസ് ആക്കിയപ്പോൾ പുതിയ RMS എത്രയാണെന്നാണ്. ഓപ്ഷൻ സി V√2 ആണ് വരുന്നത്. അപ്പൊ നോക്കൂ, ഇനിഷ്യൽ RMS വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് V ആണെന്ന്, ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഇനിഷ്യൽ ഫൈനൽ ടെമ്പറേച്ചർ T2 തന്നിട്ടുണ്ട്, അതിനെ ഞാൻ കെൽവിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. സോ VRMS എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √2 ആണ് അല്ലെ. അപ്പൊ ഞാൻ അത് എഴുതി, VRMS1 by VRMS2 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് T1 by T2 ആണ്. അപ്പൊ ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. VRMS1 എന്ന് പറയുന്നത് V ആണ്, V by VRMS2 is equal to 300 by 600 ആണ്. അപ്പൊ 1/√2 വരും. സോ VRMS is equal to എനിക്ക് എന്ത് ചെയ്യാം, ഈ √2 മൾട്ടിപ്ലൈ ചെയ്താൽ V√2 ആണ് എനിക്ക് വരുന്ന പുതിയ RMS വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, if the degrees of freedom of a molecule is 5, then the total energy of the molecule at absolute temperature T is equal to. ആ ഒരു ഇക്വിപാർട്ടീഷൻ എനർജിയുടെ ആ ഒരു ലോ വെച്ച് നമ്മൾ പറയുമ്പോൾ ഒരു മോളിക്യൂളിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജിയാണ് നമുക്ക് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടിയിൽ ഉണ്ടാവുന്ന ടോട്ടൽ എനർജിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, 5/2 kBT ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു ലോ അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ ഹാഫ് kBT ആണെന്ന് നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് kB എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റും T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രീസ് ഓഫ് ആ ഒരു ഗ്യാസിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും, 5 into ഇക്വിപാർട്ടീഷന്റെ ആ ഒരു വാല്യൂ 1/2 kBT ആണ് വരുന്നത്. അപ്പൊ E is equal to 5/2 kB into T ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement about specific heat of a body is correct? ഒരു ബോഡിയുടെ സ്പെസിഫിക് ഹീറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ മാസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി, it is independent of the mass and shape of the body, it depends only on the temperature of the body, all are correct. Option B is the right answer അല്ലെ. മാസിനും ഷേപ്പിനും it is independent ആണ് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, it is independent of the mass and shape of the body ആണ്. ഓക്കെ, അതായത് ഹീറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടൊരു 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാനാണ്. അതെന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ബോഡിയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടിയാണ്, ആ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ മോളിക്യൂളിന്റെ എല്ലാ ഭാഗത്തും ഈ പറയുന്ന സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ അതിന്റെ ഷേപ്പ് ഓഫ് ദ ബോഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, മാസിനെയും അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ബോഡിനെയും ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡബിൾ അല്ല. ഓക്കെ, അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചറും ആണ്. ഓക്കെ, നമുക്ക് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമാണ്. സോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ അല്ല, ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചറും കൂടിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഗ്യാസസ് ഓഫ് ഡയാറ്റോമിക് മോളിക്യൂൾ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ടു സ്പെസിഫിക് ഹീറ്റ് ഗ്യാസസ് Cp/Cv ആണ്. ഓക്കെ, ഒരു ഡയാറ്റോമിക് മോളിക്യൂളിന്റെ Cp/Cv യുടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓപ്ഷൻ സി 1.4 ആണ് ആൻസർ. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നോക്കൂ, ദ മോളിക്കുലർ ഹീറ്റ് ഗ്യാസസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ ഹാവിംഗ് ഡിഗ്രി F ഫ്രീഡം എന്നാണ് നമുക്ക് വരുന്നത്
CV is equal to R into F by 2. അതുപോലെ തന്നെ CP is equal to CV plus R, that is R into F plus 2 by 2 ആണ്. നമുക്ക് അതിന്റെ റേഷ്യോ ആണ്. സോ CP by CV എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഇക്വേഷൻ ബൈ ഇക്വേഷൻ. സോ 1 plus 2 by F ആണ്. അപ്പോൾ ഒരു മോണോ ആറ്റോമിക് ആണെങ്കിൽ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഡയാറ്റോമിക് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. അപ്പോൾ ഡയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് 1 plus 2 by F, that is 1 plus 2 by 5. So 7 by 5, which is approximately equal to 1.4 ആണ് വരുന്നത്. Okay. അടുത്ത ക്വസ്റ്റ്യൻ, 4 kg of a solid material is heated from 15 degree Celsius to 115 degree Celsius with the addition of 750 kilojoule of heat in a furnace. What will be its specific heat? Okay, option A is the right answer. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 15 to 150 degree Celsius റേസ് ചെയ്യുകയാണ്. അതിന്റെ ആ ഒരു 750 kg ജൂളും ആണ് നമുക്ക് ആ ഒരു കിലോ ജൂൾ ഫർണസിൽ വരുന്ന ഹീറ്റ് ആണ്. ഓക്കെ, അതിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഇക്വേഷൻ, ഹീറ്റ് എനർജിക്കുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. Q is equal to mc delta ആണ് അല്ലെ. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ്. C എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റും ഡെൽറ്റയാണ് ടെമ്പറേച്ചർ വരുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹീറ്റ് എനർജി 750 കിലോ ജൂൾ ആണ്. അപ്പോൾ 750 is equal to m into c into delta എന്ന് എടുത്തു. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെ. 150 ഡിഗ്രി സെൽഷ്യസും 15 തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. സോ 750 is equal to 4 into c into 100. സോ c is equal to എത്ര വരുന്നത്? 1.875 കിലോ ജൂൾ പെർ kg ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, if del Q stands for the amount of heat absorbed or rejected by a substance of mass m when it undergoes the temperature change del T, then del Q by m del T is equal to its specific heat capacity. Okay, del Q എന്ന് പറയുന്നത് ആ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്തിരിക്കുകയാണ് ഒരു സബ്സ്റ്റൻസ്, അതാണ് del Q എന്ന് പറയുന്നത്. m എന്ന് പറയുന്നത് മാസ് ആണ്. അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ചസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ del Q by m del T എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? It is equal to the specific heat capacity. Okay, അപ്പോൾ നോക്കൂ, മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡെൽറ്റ തന്നിട്ടുണ്ട്, റിജക്റ്റഡ് അല്ലെങ്കിൽ del Q തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഇക്വേഷൻ del Q is equal to ms delta ആണ്. സോ S സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി S is equal to Q by m delta ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ക്ലാസ്, അതായത് യൂണിറ്റ് 9ലുള്ള ലാസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.